എൻ്റെ പേര് രാജിയ റൺസി. ഇതിൽ റാണിമോൾ എന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്. എന്നെ ഈ സിനിമയിലോട്ട് വിളിച്ച് ഞാൻ പേരിലൂർ പ്രീമിയറിലേക്ക് എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിതിൻ ഉണ്ടായിരുന്നു. ഈ പടത്തിൽ അസോസിയേറ്റ് ആണ്. നിതിനും പ്രസവം കൂടിയാണ് വിളിച്ചത്. ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, രാജേച്ചി തിരക്കിലാണ്. ഞാൻ എന്ത് പണക്കടാ, ഞാനിവിടെ പൊന്മുട്ടേൻ്റെ 6 ഫുഡൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ കണ്ടു, കുറച്ച് കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ചെയ്ത കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ആരാ നായകൻ? സ്ഥിര ആൾക്കാർ ചോദിക്കുമ്പോൾ സൗഭിക്കാൻ ആ കൊള്ളാം, അടുത്ത പൊളി കിട്ടുമോ? അപ്പോൾ പെർഫോം ഒന്ന് ചെയ്തു, 2 ചെയ്തു, 3ാമത്തെ അപ്പോൾ ഓക്കെ ശരി വിളിക്കാം. വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചു. രാത്രി 12:00 വിളിച്ചു ചോദിച്ചു, എന്തായാലും എല്ലാം നടക്കുമോ? അപ്പം എല്ലാ രാജ്യം വിളിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഫോൺ വന്നിട്ട് പറഞ്ഞു, രാജ്യത്ത് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങളെപ്പോൾ ഉള്ള ഒത്തിരി പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വേഷം ചെയ്യാൻ പറ്റി. അതിൽ എന്താ പറയുക, 5 പോലീസുകാരോട് നിൽക്കാൻ പറ്റി. പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിൻ്റെ കൂടെയാണ് ഒരു സീനിൽ വർക്ക് ചെയ്തത്. ഡയലോഗ് വന്ന സാധനം. അപ്പോൾ സത്യം പറഞ്ഞാൽ 5 ഡയറക്ടർമാരുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. സൗഖ്യത്തോട് സംസാരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ചെയ്തിട്ടൊന്ന് ബേസിൽ നോക്കും, എന്താണ് എക്സ്പ്രഷൻ. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെ. പിന്നെ ഡിയോ പിന്നെ നോക്കും, ഓക്കെ. അബ്രോനെ നോക്കും, ശ്രീരാജൻ പറഞ്ഞു നോക്കും. ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു കൗണ്ടറിൽ ചിരിക്കുന്നൊരു സാധനമുണ്ട് ബേസിൽ, ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ അറിയാണ്ട് ചിരിച്ചപ്പോൾ അത് പിടിച്ച കുട്ടൻപിള്ളയെന്ന് പറഞ്ഞു. കുട്ടൻപിള്ളയെന്നാണ് സെറ്റ് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടൻപിള്ള അങ്ങനെ ചിരിച്ചോളാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കുറേ പേർക്ക് കൂട്ടത്തിൽ ഞങ്ങൾ 4-5 പേർക്ക് നിൽക്കുന്ന സമയത്ത് ഇത് അയാൾ പറയും, ഇത് അങ്ങനെ പറയും, ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഇല്ലാത്ത സാധനം വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചില ഡയലോഗുകൾ എല്ലാവർക്കും. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഈ ബേസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു കുറച്ച് ദിവസങ്ങളും കൂടിയാണ് അവിടെ. ഒത്തിരി സന്തോഷം തോന്നി. ഇന്ന് സൗഭികയുടെ കൂടെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ആരെങ്കിലും വിളിക്കുമായിരിക്കും അല്ലേ? വിളിക്കില്ലേ? ഇക്ക വിളിക്കുമോ? ഇതിൽ പ്രതാപേട്ടനെ എടുത്ത് പറയാം. കാരണം പേരില്ലൂരിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു. കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയുമെന്നറിയില്ല. ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് എന്നുവെച്ചാൽ രാമേട്ടനെ പ്രതാപേട്ടനെ അഴിച്ചു തന്നു. സത്യം ഞാൻ കണ്ടില്ല. അപ്പോൾ ഷൂട്ടിൻ്റെ തലേ ദിവസം രാത്രി നിന്ന് കണ്ടപ്പോൾ ഒത്തിരി കൊള്ളാമല്ലോ. ഞാനന്നേരം നിരത്തി പിടിച്ച് ഷെയർ ചെയ്തു. രാവിലെ ഞാൻ വന്നപ്പോൾ രാമേട്ടനെ കണ്ടപ്പോൾ ഈ മനുഷ്യനാണ് അത് ചെയ്തത്. പക്ഷെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് വന്നു കഴിയുമ്പോൾ ഞെട്ടിപ്പോവും. ലൊക്കേഷനിലെ കൂലിപ്പണിക്കാരെ പോലെ എല്ലാവരും നിൽക്കണതേ. യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഇരിക്കണ കണ്ടില്ലേ, സിമ്പിൾ.